നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും നേരം ഞാനിവിടെ പറഞ്ഞതും പൊട്ടിത്തെറിച്ചതും ഒക്കെ എന്റെ വികാരം. ഇനി പറയാൻ പോകുന്നത് വിവേകം. ഞങ്ങൾ പുതിയൊരു പ്രോഗ്രാം പിടിച്ചിട്ടുണ്ട്. നീ പാടാൻ വരണം. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല. നീ വന്നേ പറ്റൂ. ഞാൻ എങ്ങനെ വരും? ഒന്നാമത് കാല് വയ്യ, രണ്ടാമത് ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ വരാനാ? നീ ഒന്നും പറയണ്ട. മുടക്കം പറഞ്ഞാലൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. നീ വന്നേ പറ്റൂ. മാഡം, എനിക്ക് എങ്ങനെ വരാൻ പറ്റും? ഇങ്ങോട്ടൊന്നും പറയണ്ട. നീ വന്നേ പറ്റൂ. അഖിൽ സാർ വന്നല്ലോ. ശ്യാമയെ എവിടെ കൊണ്ടുപോകുന്ന കാര്യ നിങ്ങൾ പറയുന്നത്? അത് ശ്യാമയെ എവിടെ കൊണ്ടുപോവാണെങ്കിലും ഞാൻ അറിയണ്ടേ? അതോ, അത് ശ്യാമയ്ക്ക് ഇത്തിരി കഷ്ടകാലമല്ലേ. അമ്പലത്തിൽ പോകുന്ന കാര്യമാ ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്. ശ്യാമയ്ക്ക് ശരദശയാണെന്ന് തോന്നുന്നു. അതാ ഈ ആപത്തൊക്കെ വരുന്നേ. അതിന് ശാസ്താവിന് നീരാഞ്ജനം കഴിക്കണം, നവഗ്രഹ പൂജയും കഴിക്കണം. വരില്ലാന്ന് ശ്യാമ പറഞ്ഞു. കൊണ്ടുപോകുമെന്ന് ഞങ്ങളും പറഞ്ഞു. ഈ ശ്യാമ പണ്ടേ ഇങ്ങനെയാ. നല്ല കാര്യത്തിന് ഒന്നും വരില്ല. ഏത് ക്ഷേത്രത്തിലാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ശ്യാമയെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അത് മതി, അത് മതി. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ശ്യാമേ, എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ. അപ്പോ അകൽമോനെ, ഞങ്ങൾ ഇറങ്ങുക. വാ. നിക്ക്. എന്താ അകൽമോനെ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശ്യാമയ്ക്ക് സുഖമായി കഴിയുമ്പോ ശ്യാമയെ സംഗീതം പഠിപ്പിക്കണം. എന്തു പറയുന്നു? ശ്യാമയ്ക്ക് നല്ല സംഗീതവാസനയുണ്ട്. അവൾക്ക് നന്നായിട്ട് പാടാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്തു പറയുന്നു? പഠിപ്പിക്കാമോ? പിന്നെന്താ, പഠിപ്പിക്കാം. മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് നുണ പറയേണ്ടി വരും. അങ്ങനെ വല്ല രഹസ്യങ്ങളും ശ്യാമ ഒളിപ്പിക്കുന്നുണ്ടോ? ശ്യാമേ, മനഃപൂർവ്വം അല്ലാതെ എന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ? പേടിക്കാതെ പറഞ്ഞോടോ, അറിയാനാ. എന്താ സാർ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാനൊരു രഹസ്യം സാറിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാറില്ല. പറ്റില്ല. തന്നെ കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം താൻ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് തന്റെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റും. താൻ കള്ളം കാണിച്ച അതെനിക്ക് തന്റെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാം. കളങ്കമില്ലാത്ത ചിലർക്ക് പ്രിയപ്പെട്ടവരോട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പേടിയായിരിക്കും. അത് പ്രിയപ്പെട്ടവരോടുള്ള വലിയ ഇഷ്ടം കൊണ്ടായിരിക്കും. താൻ അതൊന്നും കാര്യാക്കണ്ട. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കിടന്ന് നേറുന്നുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം. അങ്ങനൊന്നുമില്ല സർ. ഉണ്ടാകരുത്. ഞാൻ തന്നോട് ഒരു രഹസ്യവും ഒളിപ്പിച്ചു വെക്കില്ല, ഒരു നുണയും പറയില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര ബന്ധം
സത്യസന്ധമായിരിക്കണം. അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അതെ. ഞാനിങ്ങനെ ചോദിച്ചു എന്ന് വെച്ച് താൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് തന്നെ വിശ്വാസ. ഞാൻ തന്നെ ഒരിക്കലും അവിശ്വസിക്കില്ല. ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, താനൊന്നും പറഞ്ഞിട്ടുമില്ല. അത് വിട്ടേക്ക്. ഓക്കെ? എന്റെ കണ്ണ, ഞാൻ എന്റെ അഖിൽ സാറിനോട് കള്ളല്ല കാണിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരുന്ധതി മാഡവും ഞാനും തമ്മിലുള്ള എഗ്രിമെന്റ് എനിക്ക് അഖിൽ സാറിനോട് തുറന്നു പറയാൻ പറ്റും. അത് പറഞ്ഞു എന്താ സംഭവിക്കാന്ന് പോലും അറിയില്ല. അഖിൽ സാറിനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ വരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പുണ്യം ചെയ്തവർക്കേ പറ്റൂ. എന്നിട്ട് ഞാൻ അഖിൽ സാറിനെ പറ്റിക്കല്ല. ഞാനൊരു മഹാപാപിയാണോ കണ്ണ? എന്റെ മനസ്സിന്റെ ഈ സങ്കടം നീ കാണണേ ഭഗവാനെ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.